Hello guys, welcome to a brand new video of FFKEC അല്ലെങ്കിൽ ഫ്രീ ഫയർ കേരള സ്പോർട്സ് കമ്മ്യൂണിറ്റി. വീഡിയോ തുറക്കുന്നതിന് മുന്നേ എന്താണ് FFKEC എന്ന് കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയുള്ള പലർക്കും അറിയില്ലായിരിക്കും. സോ എന്താണ് FFKEC എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. FFKEC അല്ലെങ്കിൽ ഫ്രീ ഫയർ കേരള സ്പോർട്സ് കമ്മ്യൂണിറ്റി എന്നത് ജസ്റ്റ് ഒരു നോർമൽ കമ്മ്യൂണിറ്റി അല്ല. നമ്മുടെ കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയിൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് FFKEC. കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയെ സ്പോർട്സിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആൻഡ് പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി FFKEC റീസെന്റ് എടുത്തുള്ള കുറച്ച് ഇനീഷ്യേറ്റീവ്സ് ആണ് നിങ്ങളെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹരിബ്രോ പറഞ്ഞിരുന്നതായിരിക്കും. എന്താണ് FFKEC, അവരുടെ ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ എന്താണ്, അവരുടെ വെബ്സൈറ്റിനെയും കാര്യങ്ങളൊക്കെ പറ്റി നിങ്ങൾക്ക് എന്തായാലും ഹരിബ്രോ പറഞ്ഞിരുന്നതായിരിക്കും. സോ ഓവർ ടു ഹരിബ്രോ. ഹലോ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് FFKECയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രൗസർ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ജസ്റ്റ് www.ffkec.online എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ ഫയർ കേരള സ്പോർട്സ് കമ്മ്യൂണിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. ഈ ഒരു വെബ്സൈറ്റിൽ കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ടീംസ് ആയിക്കോട്ടെ, ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. കറന്റ് FFKECയുടെ വെബ്സൈറ്റിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലീഗൽ കോൺട്രാക്റ്റിന്റെ ടെംപ്ലേറ്റ്. ഈ ഒരു ടെംപ്ലേറ്റ് എസ്പെഷ്യലി സ്പോർട്സ് ഓർഗനൈസേഷൻസ് റൺ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു സ്പോർട്സ് ഓർഗനൈസേഷനും അവരുടെ റോസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലൈനപ്പും തമ്മിൽ ഒരു ലീഗൽ കോൺട്രാക്ട് ഉണ്ടാവുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയിൽ ആ ഒരു പ്രൊഫഷണലിസം ഫോളോ ചെയ്തു വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഏതൊരു സ്പോർട്സ് ഓർഗും അവരുടെ റോസ്റ്റേഴ്സ് തമ്മിൽ ഒരു ലീഗൽ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അതിൽ കുറെ കാര്യങ്ങൾ ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്ലേയേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്, സാലറി, അവരുടെ റവന്യൂ ഷെയറിംഗ് എക്സെട്ര. ജസ്റ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഒരു ഓർഗും ഒരു ലൈനപ്പും പോകുന്നതെങ്കിൽ പ്ലേയേഴ്സിന് സാലറി കിട്ടാതിരിക്കുക, പ്ലേയേഴ്സ് തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടായ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാതെ ഓർഗിനെ അഫക്ട് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പ്ലേയേഴ്സിനായിക്കോട്ടെ ഓർഗിനായിക്കോട്ടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് അതേസമയം അവിടെ ഒരു ലീഗൽ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേയേഴ്സിന് കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ സാലറി കിട്ടാതിരിക്കുക, പ്ലേയേഴ്സ് തമ്മിൽ ആർഗ്യുമെന്റ് ഉണ്ടാകാതെ ഓർഗിനെ അഫക്ട് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ ആ ഒരു ലീഗൽ കോൺട്രാക്റ്റിനെ വൈലേറ്റ് ചെയ്യും. സോ എന്തുകൊണ്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാൾ ബെറ്റർ ആണ് ഒരു സ്പോർട്സ് ഓർഗും അവരുടെ റോസ്റ്റേഴ്സ് തമ്മിൽ ഒരു ലീഗൽ കോൺട്രാക്ട് വെക്കുക എന്ന് ഉള്ളത്. വെബ്സൈറ്റിൽ പോയിട്ട് കമ്മ്യൂണിറ്റി രജിസ്ട്രേഷൻ എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലീഗൽ കോൺട്രാക്ടിന്റെ ടെംപ്ലേറ്റ് കിട്ടുന്നതായിരിക്കും. കറന്റ് സ്ക്രീനിലുള്ള ഈ ഒരു പെർട്ടിക്കുലർ കോൺട്രാക്ട് ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് മാത്രം ആണ്. എല്ലാ ഓർഗനൈസേഷൻസിനും അവരുടേതായിട്ടുള്ള റിക്വയർമെന്റ്സ് ഉണ്ടാവും. സോ ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ യൂസ് ചെയ്യാം. WPS ഓഫീസ് എന്നുള്ള സോഫ്റ്റ്വെയറിൽ മാത്രമേ ഈ ഒരു ടെംപ്ലേറ്റ് ഓപ്പൺ ആവൂ. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഈ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ജസ്റ്റ് ടെംപ്ലേറ്റ് പ്രൊവൈഡ് ചെയ്തു എന്ന പേരിൽ FFKEC ഒരിക്കലും റെസ്പോൺസിബിൾ ആവില്ല ഇൻ കേസ് എനി ഇഷ്യൂസ് വന്നാൽ. ആൻഡ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റിന്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും FFKEC ത്രൂവും നിങ്ങൾക്ക് ഒരു കോൺട്രാക്റ്റിന്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റിക്വയർമെന്റ്സ് മാത്രം FFKECയുടെ അടുത്ത് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അവർ ഹാൻഡിൽ ചെയ്തോളും. കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ലീഗൽ സപ്പോർട്ട് വേണമെങ്കിൽ FFKEC ത്രൂ ആണ് നിങ്ങൾ ഈ ഒരു കോൺട്രാക്ട് യൂസ് ചെയ്തതെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും ആയിരിക്കും. ഈ ഒരു ലീഗൽ കോൺട്രാക്ടിന്റെ ടെംപ്ലേറ്റോ ഇത് റിലേറ്റഡ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് FFKECയെ സോഷ്യൽ മീഡിയ ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി രജിസ്ട്രേഷൻ ആൻഡ് റാങ്കിംഗ് സിസ്റ്റത്തെ പറ്റി പറയാം. ആദ്യം തന്നെ കമ്മ്യൂണിറ്റി രജിസ്ട്രേഷനെ പറ്റി പറയാം. നിങ്ങൾ കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള സ്പോർട്സ് ടീമോ ഓർഗോ ആണെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലി FFKECയിൽ രജിസ്റ്റർ ചെയ്ത് അവരുടെ പാർട്ട്ണർ ആവാനും ഇനിഷ്യേറ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. ആൻഡ് വെറുതെ രജിസ്റ്റർ ചെയ്യുമല്ല, രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബെനിഫിറ്റ്സും ഉണ്ടാവും. FFKECയിൽ രജിസ്റ്റർ ചെയ്യുന്ന ടീമിന് സ്പോർട്സ് റിലേറ്റഡ് എന്ത് ഹെൽപ്പ് വേണേലും അവർ ചെയ്തു തരുന്നതായിരിക്കും. സ്പോർട്സിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് അറിയുണ്ടാവില്ല എവിടെ തുടങ്ങണം, എങ്ങനെ പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ചെയ്യണം എക്സെട്രാ പോലുള്ള കാര്യങ്ങൾ. സോ സ്പോർട്സ് ഡെവലപ്മെന്റിന് വേണ്ടി ഏതൊരു കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഈ ടീമിനെയോ ഓർഗിനെയോ FFKEC ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. ജസ്റ്റ് വെബ്സൈറ്റിൽ പോയിട്ട് കമ്മ്യൂണിറ്റി രജിസ്ട്രേഷൻ എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഒരു കമ്മ്യൂണിറ്റി രജിസ്ട്രേഷൻ ഫോം കാണാൻ സാധിക്കും. ആൻഡ് ആ ഒരു ഫോം ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് FFKEC ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. ഇനി എന്താണ് റാങ്കിംഗ് സിസ്റ്റം? ഇത് എസ്പെഷ്യലി നമ്മുടെ കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ടീംസിന് വേണ്ടി മാത്രം ഉള്ളതാണ്. FFKEC ഓർഗനൈസ് ചെയ്യുന്ന ഏതൊരു ടൂർണമെന്റ്സിന്റെ റിസൾട്ട് വെച്ച് ഇവിടെ ടീംസിനെ റാങ്ക് ചെയ്യുന്നതായിരിക്കും. ഇന്നൊരു ടീം ടോപ്പിൽ നിൽക്കുവാണെങ്കിൽ നാളെ മറ്റൊരു ടീമായിരിക്കും ഈ റാങ്കിംഗ് ലിസ്റ്റിന്റെ ടോപ്പിൽ നിൽക്കുക. ഇത് നമ്മുടെ കേരള ഫ്രീ ഫയർ മാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള ടീംസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനൂടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. മന്ത്ലി ടോപ്പ് വരുന്ന ടീമിന് FFKECയുടെ വക ക്വാളിറ്റി ഇൻവൈറ്റഡ് സ്ലോട്ട്സ്
റിപ്പോർട്ട്സും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ വെറുതെ അല്ല ഈ റാങ്കിങ് സിസ്റ്റവും കമ്മ്യൂണിറ്റി രജിസ്ട്രേഷനും ഒക്കെ, എല്ലാത്തിന്റെയും ബാക്കിൽ ഒരു പ്രോപ്പർ ഇനിഷ്യേറ്റീവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ ടീമിന് എസ്പെഷ്യലി വെബ്സൈറ്റിൽ ഒരു റാങ്കിങ് സിസ്റ്റം ഉണ്ട്. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ആ ഒരു സെക്ഷനിൽ നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും സ്ട്രീമേഴ്സിന്റെയും ടീംസിന്റെ റാങ്കിങ് ആയിരിക്കും ഉള്ളത്. അത്ര ഡിഫറൻസ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ FFKCയുടെ വെബ്സൈറ്റിൽ റൂൾ ബുക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി കാണാൻ സാധിക്കും. ഇതിനകത്ത് കമ്മ്യൂണിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ടൂർണമെന്റ് റൂൾ ബുക്കും ഉണ്ടാവും. ടൂർണമെന്റ് റൂൾ ബുക്ക് എന്ന് പറയുമ്പോൾ FFKCയിൽ ഏതൊരു ടൂർണമെന്റ് നടന്നാലും ഈ ഒരു ടൂർണമെന്റ് റൂൾ ബുക്ക് ആയിരിക്കും അപ്ലൈ ചെയ്യാറ് ഉണ്ടാവുക. ആൻഡ് ഈ ഒരു റൂൾ ബുക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഓർഗോ ടീമോ ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുന്നതിൽ ഈ ഒരു റൂൾ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഞാൻ പറഞ്ഞു, നമ്മുടെ കമ്മ്യൂണിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കമ്മ്യൂണിറ്റി രജിസ്റ്റർ ചെയ്യുന്ന ടീംസിനും സ്പോർട്സ് ഓർഗോ ആയിക്കോട്ടെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ കമ്മ്യൂണിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സെക്ഷൻ. ഇത് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ FFKCയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. സോ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.